ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സേമിയ കൊണ്ടുള്ള ഒരു പുലാവ് ഉണ്ടാക്കാം. ഇത് പുലാവ് എന്ന് പറഞ്ഞാലും ഒരു ബിരിയാണിയുടെ ടേസ്റ്റും ഒക്കെ വരും. നമ്മൾ അരി കൊണ്ട് ഉണ്ടാക്കുന്ന അതിനേക്കാൾ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റ് മതി. നല്ല റേറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒന്നുമില്ലെങ്കിൽ തന്നെ ഇത് അതേപോലെ തന്നെ അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതിന് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ 1 സ്പൂൺ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് വറുക്കാത്ത സേമിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വറുത്ത സേമിയ ആണെങ്കിൽ പോലും ഇത് 1 മിനിറ്റ് നെയ്യിലിട്ടിട്ട് അല്ലെങ്കിൽ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോഴാണ് അത് കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറിൽ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരുവിധം നന്നായിട്ട് വറുക്കണം, അല്ലെങ്കിൽ ഈ സേമിയ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ സേമിയൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതാ വേറൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെയിം കടായിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ പിന്നെ കുറച്ചൊരു നെയ്യിൽ ഇതൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടും, പിന്നെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് 1 പിടി അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കുക. അതൊക്കെ നമ്മൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച്. ഇപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് രണ്ടും കൂടിയിട്ട് നല്ല ഗോൾഡൻ കളറിൽ വറുത്ത് കോരിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അങ്ങനെ കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് ഞാൻ ആ നെയ്യിൽ തന്നെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതെന്തിനാ വെച്ചാൽ നമ്മൾ ബിരിയാണിക്കും പുലാവിനൊക്കെ മീതൊന്ന് വെതറില്ലേ, പിന്നെ വറുത്ത സവാള, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് ഇത് കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിലേക്ക് 1 നുള്ള് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഓയിൽ ചേർക്കുന്നുണ്ട്, നമുക്കത് നന്നായിട്ട് പെട്ടെന്ന് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ ഓയിലാണ് കേട്ടോ ചേർത്തത്, നെയ്യല്ല. അപ്പോൾ നമ്മൾ ഇതിന് ഏതാ ഓയിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ കളറിൽ വറുത്ത് കോരിയെടുക്കുക. 1 നുള്ള് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്, അതൊന്ന് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിയൊക്കെ റെഡിയായി. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് 1 കഷ്ണം പട്ട, ഒരു 2 ഏലക്ക, ഒരു 3 കരയാമ്പൂ, പിന്നെ ഒരു ഇലയും കൂടി, ഒരു പട്ടയിലയും കൂടി ചേർത്തിട്ട് അതൊന്ന് മൂപ്പിക്കുക, കരിഞ്ഞു പോകരുത്. ഇതിപ്പോൾ ഈ ഹോൾ ഗരം മസാലയുടെ പിന്നെ എന്താ പറയുക അളവ് കൂടരുത് കേട്ടോ, അപ്പോൾ പിന്നെ ഒരു കുത്തുന്ന ടേസ്റ്റ് വരും. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ മസാല. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ തന്നെ നല്ല ആവശ്യത്തിനുണ്ട്. പിന്നെ ഒരു 5-8 കുരുമുളകും കൂടി ചേർത്തിട്ട്, പിന്നെ ഒരു വലിയ സവാളയാണ് ചേർത്തിരിക്കുന്നത്. മീഡിയം വെച്ചാൽ ഒരു 1.5 അല്ലെങ്കിൽ 2 സവാളയൊക്കെ എടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതിൻ്റെ കൂടെ ഒരു 2-3 പച്ചമുളകും കൂടി ഞാൻ ചതച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടിയും ചേർക്കുക. അപ്പോൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് ചതയ്ക്കണം, അല്ലെങ്കിൽ പേസ്റ്റ് ആയാലും മതി കേട്ടോ. പച്ചമുളകും ചേർത്തിട്ട് ആ റോ ടേസ്റ്റ് ഒന്ന് മാറണ വരെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4-5 ബീൻസ് നീളത്തിൽ ഇങ്ങനെ ആദ്യം നടുവിൽ കൂടെ മുറിച്ചിട്ട് പിന്നെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ്. പിന്നെ ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ പിടി പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ, ചേർക്കണ്ട. അല്ലെങ്കിൽ ഈ പച്ചപ്പട്ടാണില്ലേ അത് കുതിർത്തിയിട്ട് വേവിച്ചത് ഇതിൽ ചേർത്താലും മതി, അങ്ങനെയായാലും മതി. ഇനി ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ നമുക്ക് പൊട്ടറ്റോ ഫ്രൈ പിന്നെ വേവിച്ചിട്ട് ഇതിൽ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യമേ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഉപ്പും കൂടിയും ചേർക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് അത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിക്കുക, ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ ഇതാ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, ഓവർ കുക്ക് ആയിട്ടില്ല, എന്നാൽ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സേമിയ ചേർക്കുകയാണ്.
അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആ ഒരു പുലാവിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ബിരിയാണിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ പിടി മല്ലിയില ചേർത്തു, അതിൻ്റെ പകുതി പുതിനയില ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറേ നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം, നല്ല ചൂടുള്ള വെള്ളം തന്നെ വേണം കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം ഒരു 1.25 കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രേ വേണ്ടൂ. 1.25 കപ്പ് ഒഴിച്ചിട്ട് ഇതിങ്ങനെ, അതായത് ഇതിൻ്റെ മീതെ വെള്ളം നിൽക്കാൻ പാടില്ല, ആ രീതിയിൽ വേണം നമ്മൾ ഒഴിക്കാൻ. അതായത് കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് കട്ട പോലെയാവും, അങ്ങനെ സോഗിയായിട്ട് മാറും. അപ്പോൾ ചെയ്യരുത്. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ അത് വിട്ട് നിൽക്കും, പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കൂടും ചെയ്യും. ലേശം മതി ചെറുനാരങ്ങ നീര്, ഒരു പകുതി ചെറുനാരങ്ങ നീരെടുത്തിട്ട് അതിൻ്റെ കുറച്ച് നീര് ഒഴിച്ചാൽ മതി കേട്ടോ, കൂടുതലൊന്നും ഒഴിക്കണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് അടച്ചു വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേഗം ഇത് അടച്ചു വെക്കണം കേട്ടോ. ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു 3-4 മിനിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേവുന്ന അതുവരെ നല്ല സോഫ്റ്റ് ആവുന്നവരെ അടച്ചു വയ്ക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഓവർ കുക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് നിങ്ങൾ പിന്നെ അടച്ചു വയ്ക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അത്ര ഇങ്ങനെ വിട്ട് തോന്നില്ല. പക്ഷേ ഇത് ഒന്ന് ഒരു 5 മിനിറ്റ് ഇരുന്ന് അടച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ വേറെ വിട്ട് നിൽക്കും. ഇതുണ്ടല്ലേ, ഇപ്പോൾ കൂടുതൽ കുക്കായിട്ടൊന്നുമില്ല, കറക്റ്റ് പാകത്തിനെ കുക്കായിട്ടുള്ളൂ. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വെള്ളം നമ്മൾ ഒഴിച്ചതിൻ്റെ ശേഷം വെള്ളം തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് അടച്ചു വയ്ക്കാവൂ കേട്ടോ. പിന്നെ അവസാനം വറുത്ത് വെച്ച സവാളയും പിന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും എല്ലാം ഒന്ന് വിതറുക. പിന്നെ കുറച്ച് മല്ലിയില കൂടി വിതറിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഓവർ കുക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ചേർക്കുന്ന സമയത്ത് വെള്ളം കൂടുതലായിട്ട് തോന്നുക വെച്ചാൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ഡ്രൈ ആക്കുക. ഞാനിപ്പോൾ ഇത് ചെയ്തപ്പോൾ കറക്റ്റായിരുന്നു. അപ്പോൾ വെള്ളം നന്നായി തിളച്ചതിൻ്റെ ശേഷം ഒക്കെ മാത്രമേ അടച്ചു വയ്ക്കാവൂ. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ എല്ലാം അങ്ങനെ വിട്ടിട്ട് ആയിരിക്കുന്നു. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും. ഒട്ടിപ്പിടിച്ചിട്ട് ഒന്നുമില്ല. നമ്മൾ നന്നായിട്ട് വറുത്തതല്ലേ, അപ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്നില്ല. പിന്നെ ലെമൺ ജ്യൂസും എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ. നല്ല സൂപ്പർ ടേസ്റ്റാണിത്. നല്ല നമ്മൾ സാധാരണ അരി കൊണ്ടുണ്ടാക്കുന്ന പുലാവ് അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ആ ഒരു നല്ല ഫ്ലേവറും ടേസ്റ്റോട് കൂടിയിട്ടുള്ള സേമിയ കൊണ്ടുള്ള ഒരു പുലാവാണിത്. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം ഞാൻ ഇതിന് മുന്നേ പ്രഷർ കുക്കറിൽ സേമിയ ഉപ്പുമാവിൻ്റെ ഒരു റെസിപ്പി ഞാനിതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സേമിയ ഉപ്പുമാവ്. നമ്മൾ വേറെ വേവിച്ച് വെള്ളം ഊറ്റേണ്ടതെന്ന് ആവശ്യമില്ല. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അത് വേറെ ഉണ്ട്, നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് പുലാവ് കൂടി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.